കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യകണ്ണിയെ ശ്രീകണ്ഠാപുരം പോലീസും ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസഫ് അംഗങ്ങളും 30 ഗ്രാം MDMA-യുമായി വീണ്ടും പിടികൂടി. ശ്രീകണ്ഠാപുരം അടുക്കത്തെ ചാപ്പയിൽ വരമ്പ് മുറിയൻ ഷബീറിനെയാണ് ശ്രീകണ്ഠാപുരം SI PP പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ അടുക്കത്തെ വീട്ടിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പിടികൂടിയത്. കഴിഞ്ഞയാഴ്ച കണ്ണൂർ ടൗൺ പോലീസ് MDMA-യുമായി പിടികൂടിയ സാജു എന്ന യുവാവ് മുഖേനയാണ് പോലീസ് ഷബീറിലെത്തുന്നത്. സാജുവിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഷബീർ പണം സ്വീകരിച്ചിരുന്നത്. ഇതോടുകൂടിയാണ് സാജുവിനെ ശ്രീകണ്ഠാപുരം പോലീസിന് കൈമാറി ഷബീറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഇയാളുടെ വീടിന്റെ വാതിലുകൾ ഓട്ടോമാറ്റിക് നമ്പർ ലോക്കായിരുന്നു. ഈ നമ്പറുകൾ അറിയാമായിരുന്ന സാജുവിനെ കൊണ്ടാണ് പോലീസ് തുറപ്പിച്ചത്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഷബീറിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് 30 ഗ്രാം ഒളിപ്പിച്ചു വെച്ച MDMA പിടികൂടിയത്. നേരത്തെയും ഇയാളെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് സ്വന്തം വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ഗേറ്റ് തുറക്കാത്തതിനാൽ വീടിന്റെ ഏഴടിയുള്ള മതിൽ ചാടിക്കടന്നാണ് പോലീസ് സംഘം മുറ്റത്ത് കയറിയത്. ഇതോടെ പോലീസിനെ കണ്ട ഷബീർ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുകയായിരുന്നു. തുടർന്ന് തുറക്കാൻ തയ്യാറാകാത്തപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് പോലീസ് പറയുകയായിരുന്നു. ഇതോടെയാണ് ഇയാൾ തുറന്നത്. വീടിന്റെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ 2.2 ഗ്രാം MDMA-യും 2500 പാക്കറ്റുകളും കണ്ടെത്തി. ലഹരിമരുന്നുകൾ കത്തിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ബർണറുകളും പിടിച്ചെടുത്തു. ഇതിനിടെ ഷബീർ പോലീസിനെ വെട്ടിച്ച് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. മതിൽച്ചാട്ടത്തിനിടെയുണ്ടായ വീഴ്ചയിൽ തുടയെല്ലിന് പരിക്കുകളേറ്റ ഇയാളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന വീട് കേന്ദ്രീകരിച്ച് തന്നെ സജീവമാക്കിയത്. പറശ്ശിനിക്കടവ് പീഡനക്കേസിലെ പ്രതിയായിരുന്നു ഷബീർ. ഏറെക്കാലം എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. തൃക്കാക്കരയിൽ നിന്ന് MDMA-യുമായി പിടികൂടിയതിന് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്.